അപ്പൊ നമ്മൾ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഈ ബജറ്റില് അതിന് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാവുകയാണെങ്കിൽ വ്യാപാരികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ബഡ്ജറ്റിൽ 100% അതിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഈ ബഡ്ജറ്റ് ഉണ്ടാവും. എത്ര കോടിയുടെ പദ്ധതിയാണെന്ന് അറിയില്ല. 19 നോക്കി നിൽക്കുകയാണ്. പെരിന്തൽമണ്ണ MLA മങ്കട MLA ഒരുമിച്ച് നിന്നാൽ പിന്നെ സഹായിക്കാൻ പറ്റുന്ന കാര്യമുള്ള ഈ ബൈപ്പാസ്, മാനന്തവാടി ബൈപ്പാസ്. UDF സർക്കാരിന്റെ ആദ്യ നിയമസഭാ ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടുകൂടെ വരവേൽക്കാൻ ഇനി വളരെ ചുരുങ്ങിയ ദിനരാത്രങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. ജൂൺ 19 നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഈ നാടിന്റെ സ്വപ്ന പദ്ധതിയായ ഓരാടംപാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് കാത്തിരിപ്പിനൊടുവിൽ ചിറകു മുളയ്ക്കുമോ? ആദ്യ ബജറ്റിലെ വികസന പ്രതീക്ഷകളെ കുറിച്ച് ജനങ്ങൾ ചാനൽ 10 പ്രതികരിക്കുന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. ജൂൺ 19 നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ എങ്ങനെയാണ് പ്രതീക്ഷ? ഇക്കുറി ഓരാടംപാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനത്തെ 19ാമത്തെ ബഡ്ജറ്റിൽ 100% അതിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷകളുള്ളത്. MLA മാര് മഞ്ഞളാം വിചാരിയായാലും രജീവ് കാന്തപുരായാലും അവർ രണ്ടുപേരും ശക്തമാക്കുന്നതിന് വേണ്ടുന്ന എല്ലാ നടപടികളും ചെയ്യുന്നു. നമ്മളെ MLA വരുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി എല്ലാം നമ്മളോട് കൊടുത്തണം. ഈ ബഡ്ജറ്റ് ഉണ്ടാവും. എത്ര കോടിയുടെ പദ്ധതിയാണെന്ന് അറിയില്ല. 19 നോക്കി നിൽക്കുകയാണ് കാണാൻ വേണ്ടി. ക്ഷേമ പെൻഷൻ കൂട്ടില് അതുണ്ടാവും എന്നൊക്കെയാണ് തോന്നുന്നത്. ഗതാഗത കുരുക്കും അങ്ങാടിപ്പുറം കുരുക്കൻ രാജ്യത്തെ ബൈപ്പാസ് നേരത്തെ വന്നാൽ മതി. വന്ന നല്ലത്. ഇവിടുത്തെ അങ്ങാടിപ്പുറം വരുന്ന ബ്ലോക്ക് കുറേയൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടു. അതാണ് ജനങ്ങൾക്ക് സമയത്ത് നിന്ന് സ്കൂളിൽ പോകാനോ ജോലിക്ക് പോകാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഏത് തരം ബ്ലോക്ക് ഇതിലെ അങ്ങക്ക് തന്നെ വന്ന് അങ്ങാടിപ്പുറം പോയി വരണമെങ്കിൽ ഭയങ്കര പറ്റും. സർക്കാരിന് പ്രതീക്ഷ ഒരു പെണ്ണ് പ്രസവിക്കണമെങ്കിൽ 10 മാസം വേണ്ടേ? ഇതിപ്പോ കയറ്റിട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളൂ. സമയം കൊടുക്കാൻ ശരിയാവുകാരെ. പെരിന്തൽമണ്ണ MLA മങ്കട MLA ഒരുമിച്ച് നിന്നാൽ പിന്നെ സഹായിക്കാൻ പറ്റുന്ന കാര്യമുള്ള ഈ ബൈപ്പാസ്, മാനന്തവാടി ബൈപ്പാസ്, അത് രണ്ടാളും ഒന്നിച്ച് നിന്നാൽ നടക്കുകയും ചെയ്യും. അത് ഉറപ്പാണ്. ജൂൺ 19 UDF സർക്കാർ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇക്കുറി ഓരാടംപാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുമോ? യാഥാർത്ഥ്യമാക്കാനാണ് MLA അന്ന് പറഞ്ഞിരിക്കണേ. അപ്പോ കഴിഞ്ഞാലും പറഞ്ഞ UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ രണ്ടോട്ട് MLA 2 മണ്ഡലങ്ങളും UDFന്റെ MLA മാരാ. അപ്പൊ നടക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. വകുപ്പ് മന്ത്രിയൊക്കെ ഉണ്ടല്ലോ, മലപ്പുറം ജില്ലയിൽ തന്നെ മന്ത്രിമാരൊക്കെ ഉണ്ടേനും. അപ്പൊ ഒക്കെ ഒരു പുഷിങ് നടത്തുകയാണെങ്കിൽ നടക്കാവുന്നേ ഉള്ളൂ. അറിഞ്ഞാ നല്ലത്. UDF സർക്കാർ വന്നതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ട് ബൈപ്പാസ് നടക്കും എന്നുള്ളത്. അപ്പോ വന്നിട്ട് പിന്നെ എല്ലാവർക്കും നല്ല ഉപകാരപ്പെടും. അതുപോലെ ബഡ്ജറ്റില് പിന്നെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് ബൈപ്പാസ് വരുന്നുണ്ട്. വരട്ടെ. ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ തീർന്നു കിട്ടുമല്ലോ. പാലം അത്യാവശ്യമാണ്, ജനങ്ങൾക്ക് ആവശ്യപ്പെടുന്നതാണ്. അത് വരണം, കാൻഡിഡേറ്റ് വരണം. വരിക എന്ന് പറയാമെന്നല്ലാതെ വരുന്നില്ലല്ലോ. എന്റെ അറിവ് അത് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അതായത് ആര് വന്നാലും വേണ്ടില്ല, വികസനം ഉണ്ടാകണം. അതാണല്ലോ വേണ്ടത്. വികസനം വരണം, അത്രേ ഉള്ളൂ. പാലം വന്നാൽ ജനങ്ങൾക്ക് സൗകര്യമായി, ബ്ലോക്ക് കമ്മിയാവും. ഇതിപ്പോ ഒരു അർജന്റ് ആവശ്യങ്ങൾ വന്നാൽ ഈ ബൈപ്പാസിലേക്ക് പോകാൻ പറ്റില്ല. അതെന്താ പറയാ, ഈ പാലത്തിന്റെ മുകളിൽ കൂടെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിലും പോകാൻ സൗകര്യമായി. അങ്ങനെയൊക്കെ ഉണ്ട്. വരണം എന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം. തീർച്ചയായിട്ടും ബൈപ്പാസ് വരുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അലിക്കാക്ക MLA ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ പദ്ധതി പൂർത്തിയാക്കുന്നതിന് പിന്നെ മന്ത്രിയൊക്കെ ഉള്ളതല്ലേ മലപ്പുറം ജില്ലയിൽ. അപ്പൊ തീർച്ചയായിട്ടും പ്രതീക്ഷ ഉണ്ട്. ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പൊ പെരുന്നാളൊക്കെ ട്രിപ്പ് കിട്ടിയാൽ പോകാൻ പറ്റുന്നില്ലല്ലോ മിക്കവാറും. പിന്നെ നിവൃത്തിയില്ലാതെ പോവുകയാണ്. അപ്പൊ അതിനൊക്കെ ഒരു സമാധാനം കിട്ടും, ഒരു ആശ്വാസം കിട്ടും തന്നെയാണ് പ്രതീക്ഷ. UDFന്റെ ഈ 5 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ പദ്ധതി പൂർത്തിയാവും തന്നെ കരുതുന്നു. 100% മേൽപ്പാലം വരും. അല്ല, അത് ബൈപ്പാസ് വരും. മാനത്തമംഗലം ബൈപ്പാസ് 2 MLA മാരും പുതിയ മന്ത്രിസഭ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 5 കൊല്ലത്തിന്റെ ഉള്ളിൽ അതിന്റെ ബജറ്റ് നടക്കും. ഒരു കുഴപ്പമില്ല. അതിന് നല്ല മന്ത്രിയും പിന്നെ നമ്മളെ MLA മാര് 2 MLA മാരും നല്ല സ്ട്രോങ് ആയിട്ട് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവോളം നീക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് വരാനുള്ള എല്ലാ ഇതും UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലാണ് നമുക്ക് പറയുന്നത്.
ആദ്യ ബജറ്റിൽ അനുകൂല പ്രഖ്യാപനം ഉണ്ടാവും? ആദ്യ ബജറ്റ് പിന്നെ ഈ മാനത്തമംഗലം ബൈപ്പാസ് ആണെന്ന് പോലും പറഞ്ഞിരിക്കണല്ലോ നമ്മളെ ഗവൺമെന്റ്. അപ്പൊ അത് അങ്ങനെ തന്നെ കാരണം ഫസ്റ്റ് പിന്നെ ബജറ്റ് വരിക. ഇത് പ്രതീക്ഷ ഉണ്ടാകണം. കാരണം ഇത് ഇവിടെ വലിയൊരു പ്രശ്നത്തിലാണ് കുടുക്കിട ഈ ട്രാഫിക്കിന്റെ. അപ്പോൾ പാലം വന്നു കഴിഞ്ഞാൽ അതിനുള്ള നല്ല ഉപകാരം അങ്ങാടിപ്പുറം ഏരിയയിലുള്ളവർക്ക് ഉപകാരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഓരോടമ്പാലം ബൈപ്പാസ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ വ്യാപാരികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഏത് സമയത്തും ബ്ലോക്കാണ്. നമുക്കൊന്ന് സംബന്ധിച്ച് വളരെ കച്ചവടമൊക്കെ വളരെ മോശം അത് കാരണത്താല്. അപ്പൊ നമ്മൾ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഈ ബജറ്റില് അതിന് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാവുകയാണെങ്കിൽ വ്യാപാരികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമായിരിക്കും. UDF 5 വർഷക്കാലങ്ങളിൽ നടപ്പിലാവോ? ഇങ്ങനെ പ്രതീക്ഷയിലാണ്. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, രാഷ്ട്രീയക്കാരല്ലേ. അപ്പൊ അത് ചിലപ്പോ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒരു പ്രതീക്ഷ ഉണ്ട്. ഇതിപ്പോ പ്രതീക്ഷിക്കാന് വക ഉണ്ട് സംഗതി. 2 MLA ഇപ്പൊ ഉള്ളതല്ലേ. കുറെ കാലമായി പിന്നെ ഞങ്ങൾ നടക്കി തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആദ്യ ബജറ്റിൽ ഒരു അറിയാതൊക്കെ പറയുന്നുണ്ട്, 2 MLA ഇറങ്ങുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ബൈപ്പാസ് ഉണ്ടായാലും ഈ ഒരു ഗതാഗതക്കുറിച്ചിനൊരു മാർഗം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരു വഴിയും കാണുന്നില്ല. അപ്പൊ വണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഡീറ്റായി തിരക്കാണ്. പെരിന്തൽമണ്ണത്തൊക്കെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ 8 കിലോമീറ്റർ അപ്പുറത്ത് പെരിന്തൽമണ്ണക്ക് എത്തണമെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ബൈക്കിനടക്കം വരുന്നുണ്ട്. ആ ഒരു സ്ഥിതിയാണ്. കിട്ടണമെന്ന ആഗ്രഹം, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഡ്ജറ്റിൽ കുറച്ച് പ്രതീക്ഷ ഉണ്ട്. കാരണം വ്യാപാരികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ മേൽപ്പാലത്തിന്റെ ഇതും സ്ട്രക്ചറും ഉള്ള ഗതാഗത മുടക്കും. അപ്പൊ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ ആദ്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ UDF വന്നാല് പാലം ബൈപ്പാസ് ശരിയാക്കി തരാൻ. ബൈപ്പാസ് ശരിയാക്കി തന്നാൽ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ വളരെ കാര്യമാണ്. ഈ ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കണ്ട. അപ്പൊ അത് ഇത്രയും ഞങ്ങൾ കരുതുന്നു UDF വന്നാ ശരിയാവുന്നില്ല. ആദ്യ ബജറ്റിലെ പ്രതീക്ഷ ഉണ്ടോ? അതന്നെ പ്രതീക്ഷ. സർക്കാരിന്റെ ആദ്യ ബജറ്റ് വരുമ്പോ തന്നെ ഓടമ്പാലം മാനത്തുപാലം ബൈപ്പാസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് 2 MLA നമ്മള് മുൻകൂർ കൈയെടുത്ത് കാര്യം നടക്കുന്നു പോകുന്നുണ്ട്. എങ്ങനെ ഗതാഗതക്കുറിച്ച് തയ്യാറുണ്ടാവും? ഞങ്ങൾ വ്യാപാരി വ്യവസായി ഞങ്ങൾ കുറെ സമരത്തിനൊക്കെ നിന്നിട്ട് പരിഹാരം കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ വരും, നല്ല മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. 2 MLA പ്രതീക്ഷിക്കുന്നു. അവര് പറഞ്ഞതുമാണ്, ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യുന്നതിന്റെ ഉറപ്പ് വിചാരിക്കുന്നു. UDFന്റെ 5 വർഷ കാലയളവിനുള്ളിൽ യാഥാർത്ഥ്യമാവും? അത് ആവാൻ സാധ്യതയുണ്ട്. അതിന് ഉറപ്പ് വന്നിട്ടുണ്ട്. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിന് വലിയ പ്രതീക്ഷയോട് കൂടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ആദ്യ ബജറ്റിൽ തന്നെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയായ ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന വലിയ പ്രതീക്ഷ കൂടെ ജനങ്ങൾ ഈ ഒരു അവസരത്തിൽ ചാനൽ 10 പങ്കുവെക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.